ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമിമോ ഫാസ്റ്റ് ടെസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ നാളെ വരാനിരിക്കുന്ന സാന്ത്വനം 2ന്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കേട്ടാലോ? എല്ലാവരും നമ്മുടെ വീഡിയോസ് കേൾക്കുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ വയ്ക്കുക. അപ്പം നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അതായത് നമ്മുടെ ധർമ്മനും സുകന്യയും ആ വീട് വിട്ടിറങ്ങി നമ്മുടെ കൃഷ്ണമംഗലത്തേക്ക് പോയിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ്. ധർമ്മൻ ഒരിക്കലും അവരുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമെന്ന്. ധർമ്മൻ എന്ന് പറഞ്ഞ ബാലന് തൻ്റെ മൂത്ത മകന്റെ സ്ഥാനമാണ് ബാലൻ കൊടുത്തിരിക്കുന്നത്. ഒരിക്കലും ബാലൻ വേറൊരു രീതിയിൽ ഒരു അർത്ഥം വെച്ചോ ആ ഒരു രീതിയിലല്ല ബാലൻ ചോദിച്ചത്. ബാലന്റെ കടയിൽ നിന്നും 25,000 രൂപ കാണാണ്ട് പോണു. അതേ ദിവസം തന്നെ 25,000 രൂപയുടെ വാച്ച് ധർമ്മൻ വാങ്ങിയിട്ടുമുണ്ട്. ആ ഒരു രീതിയിൽ നീ ആ പൈസ എടുത്തോ കടയിൽ നിന്ന് എന്ന രീതിയിലാണ് ചോദിച്ചത്. പക്ഷെ ധർമ്മന്റെ സംബന്ധിച്ച് നോക്കുമ്പോൾ സ്വന്തം ആൺമക്കൾ നിൽക്കണോ, അവരോട് ചോദിക്കോ, മരുമോള് നിൽക്കുന്ന ചോദിക്കോ, ഒന്നും ചെയ്യാണ്ട് എന്നെ തന്നെ ഒരു കള്ളനെ പോലെ ആ ഒരു മുദ്ര കുത്തി എന്നെ തന്നെ എല്ലാവരുടെ മുമ്പിൽ ആ ഒരു കൊച്ചാക്കും പോലെയുള്ള രീതിയിൽ ചോദിച്ചില്ല. അപ്പൊ അത് ഒരിക്കലും ധർമ്മനെ സഹിക്കാനോ പൊറുക്കാനോ വയ്യാത്തൊരു സിറ്റുവേഷൻ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് എല്ലാവരും പകച്ചിങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് തിരിച്ച് വീട്ടിലെത്തിയ ധർമ്മനെ നമ്മുടെ അച്യുതനും അനന്തനും കൂടെ ചേർന്ന് ഇന്ദിരാമ്മ പറഞ്ഞതനുസരിച്ച് അവന്റെ ഇഷ്ടം എന്താണോ അതുപോലെ അവൻ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്തു കൊടുക്കുക. അപ്പൊ നമ്മുടെ അനന്തം പറയും, ഒരു കാര്യം ചെയ്ത് നീ നമ്മളെ കൂടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കുക ധർമ്മ എന്ന് പറയാം. അപ്പോഴേക്കും ധർമ്മം പറയും, എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. അപ്പൊ നമ്മുടെ ഇന്ദിരാമ്മ പറയും, അവന് കടയും മറ്റു പലചരക്ക് കടകളും മറ്റുമൊക്കെ നോക്കുന്നതിലും ഒക്കെയാണ് അവന് താല്പര്യം കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അവനൊരു പലചരക്ക് കട തന്നെ ഇട്ടോട്. അപ്പൊ ധർമ്മന് അതിനോടാണ് താല്പര്യം. അപ്പൊ സുകന്യക്ക് വലിയ സന്തോഷം. അങ്ങനെ ധർമ്മന് വേണ്ട പലചരക്ക് കട നമ്മുടെ അനന്തൻ എല്ലാം ഏറ്റൊക്കെയാണ്. അല്ല, അനന്തനല്ല, അച്യുതനാണ് ഏറ്റെക്കുന്നത്. തന്റെ സ്വന്തം അനിയന് വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ അച്യുതൻ അത് സന്തോഷത്തോടെ തന്നെ എടുക്കണം. പക്ഷെ അതിന്റെ പിന്നിൽ പല കാര്യങ്ങളും കൂടെ അച്യുതൻ കണക്ക് കൂട്ടുന്നുണ്ട്. അങ്ങനെ അച്യുതൻ അനന്തനോട് ധർമ്മനോട് ചോദിക്കുന്നുണ്ട്, ധർമ്മ, നിനക്ക് എവിടെയാണ് പലചരക്ക് കട തുടങ്ങി തരേണ്ടത്, എന്തൊക്കെയാണ് നിന്റെ ഐഡിയ എന്നൊക്കെ പറയാൻ പറയാം. അങ്ങനെ ഒടുവിൽ അച്യുതൻ ഒരു 8ന്റെ പണി കൊടുക്കുന്ന രീതിയിൽ തന്നെ അച്യുതൻ കട തുടങ്ങുന്നത് നമ്മുടെ ബാലന്റെ ഗോമതി സ്റ്റോഴ്സിന്റെ നേർ ഓപ്പോസിറ്റ് തന്നെയാണ്. അങ്ങനെ ഗോമതി സ്റ്റോഴ്സിന്റെ ആ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കട, പലചരക്ക് കട തുടങ്ങാനുള്ള പ്ലാനും പദ്ധതിയൊക്കെ ആസൂത്രണം ചെയ്യണം. ഇതേ സമയം നമ്മുടെ ബാലൻ അറിയാണ് ഇങ്ങനെ ധർമ്മൻ സ്വന്തമായിട്ട് ഒരു കട തുടങ്ങാൻ പോവുകയാണെന്നും അത് വേറെങ്ങുമല്ല നമ്മുടെ ഗോമതി സ്റ്റോഴ്സിന്റെ നേർ ഓപ്പോസിറ്റ് ആണെന്ന്. അപ്പൊ ബാലനെ തോൽപ്പിക്കുന്നത് പോലെയുള്ളൊരു ഫീലിങ്സ് വരുന്നുണ്ട്. കാരണം തന്റെ കടയുടെ മുമ്പിൽ, സത്യം പറഞ്ഞാൽ അത് ധർമ്മൻ അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അന്നേരം ഈ സുകന്യയും അച്യുതനും ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ധർമ്മനെ അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്, നീ അവിടെ തന്നെയാണ് കച്ചവടം തുടങ്ങേണ്ടത്, നിനക്ക് എന്താണ് ബുദ്ധിമുട്ട്, അവരെ കട നോക്കണോ, നീ നിന്റെ കട നോക്കണോ. അങ്ങനെ സുകന്യയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ധർമ്മം പിന്നെ ഒന്നും മിണ്ടില്ല കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ ഇന്ദിരാമ്മ പറഞ്ഞിട്ട് നമ്മുടെ ഗോമതി അറിയുന്നുണ്ട്, ഇങ്ങനെ നമ്മുടെ ധർമ്മൻ പുതുതായിട്ട് ഒരു പലചരക്ക് കട തുടങ്ങാൻ പോവുകയാണെന്ന്. പക്ഷെ അത് എവിടെയാണെന്നൊന്നും ഇന്ദിരാമ്മ അറിയത്തുമില്ലായിരുന്നു, ഗോമതിയോട് പറഞ്ഞിട്ടുമില്ല. അതേസമയം നമ്മുടെ ഗോമതിക്ക് അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ധർമ്മൻ എന്നേക്കുമായി, തന്റെ അനുജൻ എന്നേക്കുമായി ഈ ദേവമംഗലം വിട്ടു പോവുകയാണ് എന്നൊരു സങ്കടം ഗോമതിക്ക് തോന്നുകയാണ്. കാരണം അവൻ പ്രത്യേകമായി ഒരു കടയൊക്കെ തുടങ്ങി പോവാണ്. കാര്യം സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ തന്നിൽ നിന്നും, അല്ലെങ്കിൽ ബാലേട്ടന്റെ അടുത്ത് നിന്നും ധർമ്മൻ അങ്ങനെ പോയി എന്ന് കേൾക്കുമ്പോൾ അത് ഗോമതിയെ വല്ലാണ്ട് മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്നു. അപ്പൊ അന്ന് ഗോമതി സ്റ്റോഴ്സിൽ നമ്മുടെ ദേവിക്കാണെങ്കിലും ഭയങ്കര ഒരു സങ്കടം വരുന്നു. കാരണം എന്ന് വെച്ചാൽ താൻ ഈ കടയിൽ വന്നു തുടങ്ങിയത് കൊണ്ടല്ലേ ഒരു പ്രാവശ്യം 2,000, ഒരു പ്രാവശ്യം 25,000 രൂപ. ഒടുവിൽ ആ കണക്ക് കാര്യങ്ങളൊക്കെ വീട്ടിൽ സംസാരമായി ധർമ്മ മാമൻ ഇറങ്ങിപ്പോയി. അങ്ങനെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. അത് മാത്രമല്ല, അന്നേ ദിവസം തന്നെ നമ്മുടെ ആനന്ദ് നമ്മുടെ ദേവിയെ ഒരുപാട് മാനസികമായിട്ട് വഴക്ക് പറഞ്ഞു. അവളൊരു കണക്ക്, ഇവളെന്ത് കണക്കറിയാവുന്നവളാ, നീ കാരണല്ലേടി ധർമ്മമാമൻ ഇവിടെ ഇറങ്ങിപ്പോയത്, നിനക്ക് സമാധാനം ആവട്ടെടി, ഈ വീട്ടിലുള്ള ഓരോരുത്തരുടെയും സമാധാനക്കേട് നീ ആടി എന്നൊക്കെ പറഞ്ഞു. നീ
മേലാൽ ഇനി ഗോമതി സ്റ്റോഴ്സിൽ പോകരുത്. കാരണം വെച്ചാൽ അവർക്കൊക്കെ ധർമ്മമാമൻ എന്ന് വെച്ചാൽ അവർക്ക് അത്രയ്ക്ക് സ്നേഹവും അത്ര ഒരു സ്ഥാനവും കൊടുക്കുന്ന ഒരാളാണ്. ഒരു കള്ളനെ പോലെ മുദ്ര കുത്തി അച്ഛൻ ചോദിക്കാൻ കാരണം ഒരു കണക്കിന് നമ്മുടെ ദേവിയുടെ കണക്ക് തന്നെയാണ്. പക്ഷെ ദേവിയുടെ ജോലി ചെയ്തു എന്ന് മാത്രം. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരേ സമയം കണക്കും നോക്കി ഒരേ സമയം ഒരു മുദ്ര കുത്തല്, കള്ളൻ എന്ന പേര്, അത് ധർമ്മനെ സംബന്ധിച്ച് ഭയങ്കര വിഷമമുള്ള കാര്യം തന്നെയായിരുന്നു. അപ്പൊ ദേവീനെ മാനസികമായിട്ട് ഇങ്ങനെ കുറെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം അന്നേ ദിവസം നമ്മുടെ ഉദയഭാനു കടയിൽ വരെയാണ്. അപ്പം ദേവി ആകെ മൂഡ് ഓഫ് ആയിട്ടിരിക്കണം. അങ്ങനെ ദേവി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ദേവി ചോദിച്ചു, എന്താ അച്ഛാ? അല്ലെങ്കിൽ തന്നെ സമാധാനം ഇല്ല, അച്ഛൻ എന്തിനാ ഇപ്പൊ വന്നത്? ഓ, ഞാൻ എന്റെ മോളെ കാണാൻ വന്നതാടി. നിനക്ക് എന്തേ ഞാൻ വന്നത് കൂടി ഇഷ്ടമില്ല എന്ന് തോന്നുന്നു. അച്ഛൻ ഇവിടെ അല്ലെങ്കിൽ തന്നെ മനസ്സിനൊരു സുഖമില്ല, ഓരോ പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്തായാലും വന്നല്ലേ, നീ ആ കഴിഞ്ഞ പ്രാവശ്യം തന്ന ആ ബൂസ്റ്റ് പോലത്തെ പാക്കറ്റ് ഒന്ന് തന്നേടി. അച്ഛന് അവിടെ എങ്ങും കിട്ടാത്തോണ്ടാണ് ഈ 5 രൂപയുടെ സാമ്പിൾ ബൂസ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി ഇവിടം വരെ വന്നത്. അപ്പൊ പറഞ്ഞു, നീ എടുത്തോണ്ട് വാ. അങ്ങനെ ചെന്ന് നമ്മുടെ ദേവി ഒരെണ്ണം എടുത്തോണ്ട് നിർന്നു. ഇതെന്നാ ഒരെണ്ണം? അമ്മയ്ക്കും കൂടെ എടുത്തോണ്ട് വാടി മോളെ എന്ന് പറഞ്ഞ് ദേവീനെ പതുക്കെ അവിടെ നിന്ന് വിടേണ്. കാരണം ആ സമയത്ത് വേറെ ആരും അവിടെ കടയിൽ ഇല്ലായിരുന്നു. അപ്പോ രാമേട്ടനും ചായ കുടിക്കാനോ എന്തൊക്കെയായിട്ട് പോയിക്കായിരുന്നു. ആ സമയം നമ്മുടെ ഉദയഭാനു പെട്ടെന്ന് എന്നെ ഡ്രോ തുറന്നു. കാരണം ദേവി അങ്ങ് അപ്പുറത്തോട്ട് നിൽക്കുകയല്ലേ. ഉദയഭാനു ആ ഡ്രോ അങ്ങ് തുറന്ന് കുറച്ച് പൈസ അങ്ങ് എടുത്ത് പെട്ടെന്ന് വെക്കേണ്ടത്. ഈ പൈസ വെക്കണ സമയം കറക്റ്റ് നമ്മുടെ ആനന്ദ് കയറി വരെയാണ്. ആനന്ദ് അത് കണ്ടു. ഉദയഭാനു പെട്ടെന്ന് തന്നെ ആ എടുത്ത പൈസ മേശയ്ക്കകത്ത് ഇട്ടിട്ട് ആ ഡ്രോയും അടച്ചിട്ടോ. എന്നിട്ട് ഒന്നും അറിയാത്ത മട്ടില് ഇങ്ങനെ ആക്കി. അപ്പൊ ആനന്ദ് പറഞ്ഞിടോ, താൻ ഇവിടെ എന്ത് ചെയ്യാടോ, താൻ എന്തിനാടോ മേശയുടെ ഡ്രോ തുറന്നത്? ആനന്ദ് ഫയർ ചെയ്ത് തന്നെ ചോദിക്കാൻ കേട്ടോ. അത് പിന്നെ മോനെ തുറന്നു കിടന്നു, ഞാനൊന്ന് അടച്ചതാ എന്നിങ്ങനെ ഉദയഭാനു പറഞ്ഞു. പക്ഷെ ആനന്ദിന് അപ്പൊ തന്നെ മനസ്സിലായി, യവൻ കള്ളൻ, യവൻ അപ്പൊ ഇവിടെ പൈസ കക്കാൻ വേണ്ടി ഇതിന് മുന്നേ വന്നിട്ടുണ്ടാവും. അപ്പൊ ആ കുറ്റം എല്ലാം അച്ഛനും മോളും കൂടെ എന്റെ ധർമ്മമാമന്റെ തലയിൽ കെട്ടിവെച്ചു. അപ്പോഴേക്കും പതുക്കെ നമ്മുടെ ഉദയഭാനു എസ്കേപ്പ് ആയിട്ടോ. ഉദയഭാനുവിന് അറിയാം ഇനി ഇവിടെ നിന്ന പ്രശ്നമാണെന്ന്. അപ്പോഴേക്കും ആനന്ദ് അങ്ങോട്ട് ദേവിയുടെ അടുത്ത് ചെന്നു. അപ്പൊ ദേവി ബൂസ്റ്റ് പൊട്ടിച്ചോണ്ട് വന്നപ്പോ, അല്ല അച്ഛൻ വന്നായിരുന്നു ഇവിടെ, അച്ഛൻ പോയോ? നിന്റെ അച്ഛൻ പോയടി കള്ളൻ, കപ്പലിൽ തന്നെ. എടി ഞാനിപ്പൊ കണ്ടില്ലായിരുന്നെങ്കിൽ നിന്റെ തന്തയുണ്ടല്ലോ ആ മേശയിൽ കിടന്ന പൈസ മൊത്തം മോട്ടിച്ചോണ്ട് പോയിനെ. അനന്തേട്ട് എന്തൊക്കെയാ ഈ പറയണേ? അനന്തേട്ട് എന്തൊക്കെ പറയണമെന്നോ? ഞാൻ എന്റെ കണ്ണാലെ കണ്ടുകൂടി നിന്റെ തന്ത പൈസ മേശയിലകത്ത് നിന്ന് എടുക്കുന്നത്. എന്നെ കണ്ട് ഞാൻ കണ്ടു എന്ന് മനസ്സിലാക്കിയതും പൈസ താഴെ ഇട്ടിട്ട്, എവിടെ നിന്റെ തന്ത? മുങ്ങി, അങ്ങനെ മുങ്ങി. അങ്ങേർക്കറിയാം ഇനി ഇവിടെ നിന്ന് അങ്ങനെ ഞാൻ തൊലി പൊളിക്കൂ എന്നുള്ളത്. ദേവി പറഞ്ഞു, ആനന്ദിട്ട് എന്തൊക്കെയാ പറയണേ? എന്റെ അച്ഛൻ പൈസ മോട്ടിച്ചെന്നോ? എടി സത്യമായിട്ടും ഞാൻ കണ്ണാല് കണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ വഴക്ക് പറയണം കേട്ടോ ദേവിന്. ദേവി അങ്ങ് ആകെ എന്തോ പോലെ ആവാണ്. അപ്പം ആനന്ദ് പറഞ്ഞു, ഇന്നാളെ ഒരു 2000 ഒക്കെ പൈസ പോയില്ലേ, നിന്റെ തന്ത അന്ന് വന്ന ദിവസമായിരിക്കും, നീ പോയി നോക്കടി എന്ന് പറഞ്ഞു കേട്ടോ. ആ സമയത്താണ് നമ്മുടെ രാമേട്ടൻ വരുന്നത്. അപ്പോഴേക്കും ആനന്ദ് അങ്ങ് പോവേണ്. അപ്പോഴേക്ക് രാമേട്ടൻ വന്നു. അപ്പൊ രാമേട്ടൻ വന്നപ്പോഴത്തേക്ക് ദേവി ചോദിച്ചു. അപ്പൊ ദേവിയുടെ മനസ്സിൽ അപ്പം പല ചിന്തകളും വരണം. അപ്പൊ ഇതിന്റെ പിന്നിൽ അച്ഛനാണോ പണം മോട്ടിച്ചത്? അച്ഛൻ അങ്ങനെ ചെയ്യൂ? അച്ഛൻ എന്റെ ഭാവി പോലും അച്ഛൻ ചിന്തിക്കാണ്ടാണോ ഇങ്ങനെയൊക്കെ പെരുമാറിയത് എന്നൊക്കെ ഓർത്ത് ദേവി നിന്നപ്പോൾ രാമേട്ടൻ വന്നപ്പോ ദേവി ചോദിച്ചു, അല്ല രാമേട്ട, കഴിഞ്ഞ ദിവസം ഇങ്ങനെ അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ? അപ്പൊ രാമേട്ടൻ പറഞ്ഞു, അയ്യോ മോളെ, ഞാൻ ശരിക്കുമായിട്ട് പറയാൻ മറന്നുപോയി ദേവി മോളെ. അന്ന് കടയിൽ തിരക്കല്ലായിരുന്നോ? അപ്പൊ മോള് ചായ കുടിക്കാൻ എന്തോ പോയ സമയത്ത് അച്ഛൻ നിന്നില്ല, അച്ഛൻ പെട്ടെന്ന് എന്നെ പോയി. അപ്പോഴേക്കും ദേവിയുടെ ഉള്ളൊക്കെ ആകെ അങ്ങ് എന്തോ പോലെ ആവേണ്. കാരണം ആ ദിവസം അതേപോലെ ഇതിനു മുന്നേ ഒരു 2000 രൂപ പോയില്ലേ, ആ സമയത്തൊക്കെ. അപ്പം ഉദയഭാനു വന്ന സമയത്താണ് ആ 2 കള്ളത്തരം, ഒരു 2000 ഒരു 25,000 ഇന്നും പൈസ കുറഞ്ഞേനെ. പക്ഷെ ഭാഗ്യത്തിന് ആനന്ദ് അത് കണ്ടതുകൊണ്ട് ഉദയഭാനു ആ പൈസ അവിടെ തന്നെ ഇട്ടു കളഞ്ഞിട്ടോ. അപ്പൊ ദേവിക്ക് ആകെ ഒരു ഇതായി പോയി. കാരണം എന്താന്ന് വെച്ചാല് ദേവിക്ക് മനസ്സിലായി, കാരണം വേറൊന്നുമല്ല, ഇതിന്റെ പിന്നിൽ ഈ പണം കട്ടെടുത്തത് അതായത് തന്റെ സ്വന്തം അച്ഛൻ തന്നെയാണ് എന്നുള്ളത്. ദേവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ദേവി ആകെ എന്തോ പോലെ ആയിപ്പോയിട്ടോ. ദേവിക്ക് എന്ത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇത് എന്ത് പറയുമെന്നോ ദേവിക്ക് ഭയം തുടങ്ങി. കാര്യം ആനന്ദേട്ടൻ വെല്ലു വിളിച്ചിട്ടാണ് പോയിക്കുന്നത്. നാളെ മുതല് നീ ഗോമതി സ്റ്റോഴ്സിലോട്ട് വരികയാണെങ്കിൽ നീ നിന്റെ അച്ഛൻ്റെ അടുത്ത് ഇരിക്കും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ആനന്ദ് പോയിക്കുന്നത്. ദേവി മോക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ആകെ ഒരു വിഷമമായി. അന്നേ ദിവസം രാത്രി
നമ്മുടെ ബാലനൊക്കെ വീട്ടിലെത്തണം. അപ്പൊ ബാലന്റെ മുഖം വാടിയിരിക്കുക കേട്ടോ. അപ്പൊ മീനും ഇത്രയും ആര്യനും ഒക്കെ ഉണ്ട്. അപ്പം ബാലൻ വന്നു കഴിഞ്ഞപ്പം നമ്മുടെ ഗോമതി ചെന്ന്, എന്താ ബാലേട്ടാ മുഖം വാടിയിരിക്കുന്നു, എന്ത് പറ്റി? അപ്പൊ പറഞ്ഞു, അതെ നമ്മുടെ ധർമ്മൻ പുതിയൊരു പലചരക്ക് കട തുടങ്ങാൻ പോവാ. അപ്പൊ നമ്മുടെ ഗോമതി പറഞ്ഞു, ഞാൻ അറിഞ്ഞായിരുന്നു, അമ്മ പറഞ്ഞായിരുന്നു ബാലേട്ടാ, എവിടെയാ തുടങ്ങണം എന്ന് അറിഞ്ഞായിരുന്നു. അപ്പം ഗോമതി, ഞാൻ അതറിയില്ല. നമ്മുടെ ഗോമതി സ്റ്റോഴ്സിന്റെ നേർ ഓപ്പോസിറ്റ് ആണ് കട തുടങ്ങണം. അത് കേട്ടപ്പോ എല്ലാവർക്കും ഭയങ്കര ഷോക്കായിപ്പോയി. അവൻ എന്നെ വെല്ലുവിളിക്കുന്ന പോലെ തന്നെയാ അത് തുടങ്ങിയത്, എനിക്കറിയാം, സാരമില്ല, അവൻ എവിടെയാണെങ്കിലും നന്നായി വരട്ടെ. പക്ഷെ എന്നാലും എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല, അവനെ ഞാനൊരു ഒരു പണിക്കാരനായിട്ട് രീതിയിലാണ് കണ്ടേക്കുന്നത്, ശമ്പളം കൊടുക്കാത്ത പണിക്കാരനെന്ന് എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല ഗോമതി എന്ന് പറഞ്ഞു. അപ്പം ഗോമതിക്ക് ഭയങ്കര വിഷമമായി, എല്ലാവർക്കും ഭയങ്കര പ്രയാസമായി പോയി. കാരണം ബാലന് അത്രയ്ക്ക് വിഷമമുണ്ട്. കാരണം ധർമ്മൻ അവിടെ നിന്ന് പോയത്, ധർമ്മൻ എന്നും ബാലന്റെ മൂത്ത മകന്റെ സ്ഥാനമാണ്. ആ ഒരു രീതിയിൽ ഗോമതിയും കണ്ടിട്ടുള്ളൂ, അതുപോലെ ബാലനും കണ്ടിട്ടുള്ളൂ. അപ്പം ഭയങ്കര വിഷമമായി. അങ്ങനത്തെ ബാലൻ നേരെ റൂമിലോട്ട് കയറി പോകാൻ കേട്ടോ. ആ സമയം ഗോമതി കുറെ കരയാണ്. കാരണം വെച്ചാൽ ധർമ്മനെ കുറിച്ച് ഇങ്ങനെ അല്ല കരുതിയത്. ഇനി എന്നേക്കുമായിട്ട് തന്റെ അനുജൻ ഇനി പോകും, ഇനി അവൻ ഒരിക്കലും ഈ വീട്ടിൽ വരില്ല, അവൻ പ്രത്യേക കച്ചവടം തുടങ്ങി, ഇനി എന്തൊക്കെയാ ഞാൻ കാണേണ്ടി വരണ എന്ന രീതിയിൽ ഗോമതി കുറെ സങ്കടപ്പെട്ട് ഇങ്ങനെ കരഞ്ഞു കേട്ടോ. എന്ത് ചെയ്യണോന്ന് അറിയില്ല. അപ്പൊ അതേസമയം നമ്മുടെ ദേവി മോളും ആകെ ഒരു ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഈ പൈസയുടെ കാര്യങ്ങളൊക്കെ ഇനി എന്താവും, ആനന്ദായിട്ട് അച്ഛനോട് പറഞ്ഞു കൊടുക്കുമോ, നാണക്കേടല്ലേ ഉദയഭാനു സാറെന്ന് വെച്ചാൽ അച്ഛൻ എഴുന്നേറ്റ് നിൽക്കും, അത്രയേ ഉള്ള രീതിയിലാണ് അച്ഛനൊക്കെ കാണുന്നത്. ദേവിക്ക് അതിന്റെ ഒരു ടെൻഷൻ. അപ്പൊ ദേവി മനസ്സിൽ കുറിക്കുന്നുണ്ട്, നാളെ മുതൽ ഇന്ന് ഗോമതി സ്റ്റോഴ്സിൽ പോകണ്ട എന്ന്. അങ്ങനെ പിറ്റേ ദിവസം ആവുമ്പോഴത്തേക്ക് നമ്മുടെ ദേവി പോകുന്നില്ല. അപ്പൊ ബാലൻ ചോദിക്കും, ഇന്നെന്താ മോളെ നീ കടയിൽ വരുന്നില്ലേ? എനിക്ക് അത്ര സുഖമില്ല ബാലച്ച, ഞാൻ വരുന്നില്ല. ഓ, നീയും കൂടെ വരാതായി കഴിഞ്ഞാൽ നീ എന്നെ തോൽപ്പിക്കാനായിട്ടാണെങ്കിൽ നീ വരണ്ട, എന്നാൽ ഞാൻ നിന്നെ നിർബന്ധിക്കില്ല. ഞാൻ തോക്കണം എന്നാണ്, തോക്കണ്ട എന്നാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ നീ ഗോമതി സ്റ്റോഴ്സിൽ വരണമെന്ന് പറയും. അപ്പൊ ദേവി പിന്നെ ഒന്നും ചിന്തിക്കില്ല കേട്ടോ. ദേവി ബാലച്ചന്റെ വാക്കുകൾക്ക് അത്രയും വിലയും നിലയും കൊടുക്കുന്നുണ്ട്. ദേവി ഗോമതി സ്റ്റോഴ്സിൽ പോവുക തന്നെ ചെയ്യും. പിന്നെ നമ്മളെ ഇനി വരുന്ന എപ്പിസോഡുകളിൽ നാളെയും മറ്റന്നായിട്ടൊക്കെ വരുന്ന സീനിലൊക്കെ ആയിട്ടോ ഇതിൽ കുറച്ച് ഭാഗങ്ങൾ കയറി വരുന്നത്. പിന്നെ ഇത് കൂടാണ്ട് നമ്മുടെ കൃഷ്ണമംഗലത്തേക്ക് നമ്മുടെ മീനും മിത്രയും ആര്യനും എല്ലാവരും കൂടെ ചേർന്ന് അമ്മയുടെ അടുത്തും കൂടെ പറഞ്ഞു, അതായത് ഗോമതിയുടെ അടുത്തും കൂടെ പറഞ്ഞിട്ട് ധർമ്മേട്ടനെ പോയി വിളിക്കാം, നമ്മളെല്ലാ പേരും ഒരുമിച്ച് വിളിക്കുകയാണെങ്കിൽ ധർമ്മേട്ടൻ വരും എന്ന് തീരുമാനിച്ചുകൊണ്ട് അവരെല്ലാവരും ഗോമതിയുടെ അടുത്ത് പോവാണ്. അപ്പൊ ഗോമതി പറയും, വേണ്ട, നമ്മളല്ല ചെന്ന് വിളിക്കേണ്ടത്, ധർമ്മനെ വിളിക്കേണ്ടത് ബാലേട്ടനാണ്, ബാലേട്ടൻ ചെന്ന് വിളിച്ചാലേ വരുള്ളൂ എന്ന് പറയും. പക്ഷെ ബാലന്റെ അടുത്ത് ഇക്കാര്യം ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ബാലൻ പറയും, ഇല്ല, ഒരിക്കലും ഇല്ല, കാരണം അവൻ ഇവിടുന്ന് പറഞ്ഞിട്ട് പോയ വാക്കുകൾ എന്റെ നെഞ്ചിൽ തറച്ചു കയറിയിരിക്കുകയാണെന്ന് പറയാം. കാരണം എന്ന് വെച്ചാൽ ഒരു ഭായിയുടെ വില പോലും തനിക്ക് തന്നിട്ടില്ല, പണിക്കാരനാണെങ്കിൽ ഏതെങ്കിലും ഭായിമാരെങ്കിലും കിട്ടും, അങ്ങനെയൊക്കെ അത്രയും കുത്തുന്ന രീതിയിൽ. പക്ഷെ ധർമ്മനെ സംബന്ധിച്ച് ധർമ്മൻ അത് അത്രയ്ക്ക് മനസ്സിന് പ്രയാസം തോന്നിയ ഒരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ധർമ്മൻ ആ രീതിയിലൊക്കെ ഹാർഡായിട്ട് സംസാരിച്ചത്. പക്ഷെ ആ ഒരു കാരണത്താൽ ബാലൻ വിളിക്കാൻ പോകില്ല എന്ന് എന്നെ തീർത്തു പറഞ്ഞു കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ സാന്ത്വനം 2 ഇനി ഏതൊക്കെ ലെവലിൽ എത്തുന്നു. എന്തായാലും കള്ളനെ കയ്യോടെ തന്നെ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ആനന്ദാണ് നമ്മുടെ ഉദയഭാനുവിനെ കയ്യോടെ പൊക്കണത് കേട്ടോ. അപ്പൊ ഇനി നമ്മുടെ ദേവമംഗലത്തെ കാര്യങ്ങളൊക്കെ ഏത് രീതിയിൽ പോകും, അതുപോലെ നമ്മുടെ ധർമ്മന്റെ പുതിയ സുകന്യ സ്റ്റോഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്റ്റോർ എപ്പോഴാണ് ഓപ്പൺ ആവുന്നതെന്നൊക്കെ നമുക്ക് കാത്തിരിക്കാം. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഡേ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.